ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ന് ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറി. നിഫ്റ്റിയും മറ്റുള്ള ഭൂരിഭാഗം ഇൻഡെക്സുകളും നെഗറ്റീവായ രീതിയിൽ, കൺസോൾഡേറ്റ് ആയ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ നടക്കുന്ന കുറച്ച് വാർത്തകൾ നോക്കിയതിന് ശേഷം നമ്മുടെ മാർക്കറ്റിലേക്ക് തിരികെ എത്താം. ഗോൾഡ് പ്രൈസ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് റെക്കോർഡ് ഹൈക്ക് അരികെയാണ്. അതുപോലെ തന്നെ ബിറ്റ് കോയിനും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് റെക്കോർഡ് ഹൈക്ക് അരികെയാണ്. ഇന്ത്യ വിക്സ് 3.5% ഒരു ഇടിവുണ്ടായി. ബീജിങ് ചൈന അവരുടെ GDP ഫോർകാസ്റ്റ് കഴിഞ്ഞ വർഷത്തെ അതേ ഫോർകാസ്റ്റ് തന്നെ ഈ തവണ വെച്ചു എന്നുള്ള സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഏഷ്യൻ സൈഡിൽ നിന്നുണ്ട്. മറിച്ച് ഇന്ത്യ ആവട്ടെ അതിൻ്റെ GDP എല്ലാം തന്നെ വളരെ ഉയർന്ന രീതിയിലേക്ക് ഉയർത്തി. ഐഫോൺ മേക്കേഴ്സ് ആയിട്ടുള്ള ആപ്പിളിന് 2 ബില്യൻ്റെ ഒരു പെനാൽറ്റി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഇന്നലെ US മാർക്കറ്റ് റെഡിൽ അടച്ചിരുന്നു. നാസ്ഡാക്ക് പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്, അതായത് എത്തി നിൽക്കുന്നത് അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ് ഏകദേശം ഒരു 3 വർഷത്തിന് ശേഷം. നമ്മുടെ മാർക്കറ്റിലേക്ക് തിരികെ എത്താം. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റിയുടെ കഴിഞ്ഞ ശനിയാഴ്ചയിലെയും കഴിഞ്ഞ തിങ്കളാഴ്ചയിലെയും ചാർട്ട് ഉൾപ്പെടെയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത്. കാരണം കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം നിഫ്റ്റി ഒരു ഫോൾ ആയത് കാണിക്കാൻ വേണ്ടിയിട്ട് 22,280 നിഫ്റ്റി സപ്പോർട്ട് എടുത്തു. അതായത് കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിന്ന് ഏകദേശം ഒരു 150 പോയിന്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ നിഫ്റ്റി അതേപോലെ തന്നെ തിരിച്ചു കയറി 22,400 എന്ന നിലയിലാണ് ഉള്ളത്. അവിടെ നിന്നും നിഫ്റ്റി ഇടിഞ്ഞു 22,358 എന്ന നിലയിലാണ് ഇപ്പോൾ ക്ലോസിംഗ് ഉള്ളത്. നിഫ്റ്റി 50 പോയിന്റ് ഇടിഞ്ഞു, സെൻസെക്സ് 200 പോയിന്റ് ഇടിഞ്ഞു. എന്നാൽ ബാങ്ക് നിഫ്റ്റി 124 പോയിന്റിന്റെ ഒരു ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിഫ്റ്റിയിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സാണ്. ടാറ്റ മോട്ടോഴ്സിന്റെ ഡീമർജ് ന്യൂസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. 3.5% റാലി. എയർടെൽ, ബജാജ് ഓട്ടോ, ONGC, SPE തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 3% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ ബജാജ് ട്വിൻസ്, അതായത് ബജാജ് ഫിൻസർവും ബജാജ് ഫിനാൻസും 4%-ലേറെ ഇടിഞ്ഞു. നെസ്ലയും ഇൻഫോസിസും ഇടിഞ്ഞു. SBI ലൈഫ് സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈ ആഴ്ച ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോടാണ്. അടുത്ത ആഴ്ചകളിൽ നമുക്ക് കൊച്ചിയിലുണ്ട്. അപ്പോൾ കോഴിക്കോടും കൊച്ചിയിലുമായിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം. നേരെ നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യമായിട്ട് ബജാജ് ഓട്ടോനെ സംബന്ധിച്ചാണ്. ബജാജ് ഓട്ടോയുടെ CEO ഇന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ CNG ബൈക്ക് അടുത്ത വരും മാസങ്ങളിൽ അവർ ലോഞ്ച് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ പൾസർ ഫേസ് ലിഫ്റ്റും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് ഇന്നലെ മൾട്ടിപ്പിൾ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞു, ഇപ്പോഴും മാർക്കറ്റിലോ ലൈം ലൈറ്റിലോ ഉള്ള ഒരു ന്യൂസാണ്. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. 2 ഉപ കമ്പനിയായിട്ട് ടാറ്റ മോട്ടോഴ്സ് മാറുകയാണ്. അവരുടെ പാസഞ്ചർ വെഹിക്കിളും അവരുടെ മറ്റുള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും. IIFL ഫിനാൻസ് ഇന്ന് ഏകദേശം 20% ഇടിവ് രേഖപ്പെടുത്തി. നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള ന്യൂസായിരുന്നു. RBI സ്ട്രിക്റ്റ് ആയിട്ട് ഗോൾഡ് ലോൺ എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് തടഞ്ഞു, ഇമ്മീഡിയറ്റ് ആയിട്ട് തടഞ്ഞു. ഇത് തടഞ്ഞിട്ടുള്ളത് ഈ IIFL 20% ഇടിഞ്ഞപ്പോൾ സമാന ബിസിനസ് ചെയ്യുന്ന മണപ്പുറവും മുത്തൂറ്റും ഇന്ന് ആ സ്റ്റോക്കിൽ കണ്ട ഏറ്റവും വലിയ റാലിക്ക് കാരണമായിട്ടുണ്ട്. മാർക്കറ്റിൽ അങ്ങനെയാണ്, ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിന് വളമാണ്. ഇത് കൃത്യമായിട്ട് നമുക്കിന്ന് കാണാൻ സാധിച്ചു. ബിറ്റ്കോയിൻ അതിശക്തമായ രീതിയിൽ പറന്ന അകലുകയാണ് ബിറ്റ്കോയിൻ. അതും നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ബിറ്റ്കോയിനെ ഫോളോ ചെയ്യുന്നുണ്ട്. പേഴ്സണലി ഞാനിപ്പോൾ ബിറ്റ്കോയിനിൽ ട്രേഡ് ചെയ്യുന്നില്ല. 3 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ബിറ്റ്കോയിനിൽ സജീവമായി ട്രേഡ് ചെയ്തിരുന്നു. ബിറ്റ്കോയിൻ പ്രധാനമായിട്ടും ബിറ്റ്കോയിൻ ETF US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തു. അത് ട്രേഡിങ് ജാനുവരി 11 മുതൽ തുടങ്ങും എന്നുള്ള ന്യൂസ്. അതുമാത്രമല്ല, ബിറ്റ്കോയിനിൽ 4 വർഷങ്ങൾക്കിടവേളകളിൽ കണ്ടുവരുന്ന ബിറ്റ്കോയിൻ ഹാൽവിങ്, അതായത് ബിറ്റ്കോയിൻ മൈനേഴ്സിനെല്ലാം തന്നെ റിവാർഡ് കിട്ടുന്ന ഈ ഒരു പ്രോസസ്സാണ്. അത് സംഭവിക്കുന്നത് ഏപ്രിൽ മാസമാണ്. ഈ ഒരു 2 ഘടകങ്ങൾ കൊണ്ടാണ് ഈ ഒരു ബിറ്റ്കോയിൻ അതിശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി ഓൾ ടൈം ഹൈ ഒക്കെ ഭേദിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബിറ്റ്കോയിനിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബിറ്റ്കോയിനിൽ നിക്ഷേപം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിച്ച് നിങ്ങളുടെ സന്തോഷം നമ്മൾ എല്ലാവരുമായിട്ടും പങ്കുവെക്കുക. ഇനി IT കമ്പനി TCSും HCL ടെക്കിനെയും CLS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഡൗൺഗ്രേഡ് ചെയ്തു. IPO JJ കെമിക്കൽസ് IPO ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ IPOs എല്ലാം തന്നെ അതിൻ്റെ ഇഷ്യൂ പ്രൈസ്, അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, ചെക്ക് ചെയ്യാം.
അതുമാത്രമല്ല ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിലാണ് ഉള്ളത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യാം. മാൻ ഇൻഡസ്ട്രീസ് കമ്പനി അവർക്ക് API സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. അദാനി ഗ്രീൻ കമ്പനി 1000 മെഗാവാട്ടിൻ്റെ സോളാർ പവർ പ്രൊജക്റ്റ് ഗുജറാത്തിൽ അവർ ഇനാഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ള ന്യൂസ്. IEX ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് അവരുടെ വോളിയം ഗ്രോത്ത് ഫെബ്രുവരിയിൽ 15% വളർച്ച കൈവരിച്ചു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. അലീഡ് ഡിജിറ്റൽ കമ്പനി അവർക്ക് 190 കോടി രൂപയുടെ സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റ് നേവി മുംബൈയുടെ ഭാഗത്തു നിന്ന് കമ്പനിക്ക് കിട്ടി ഇന്ന് സ്റ്റോക്ക് റാലി രേഖപ്പെടുത്തിയിരുന്നു. ജയകുമാർ ഇൻഫ്ര കമ്പനി 1800 കോടി രൂപയുടെ ഓർഡർ മുംബൈയിൽ നിന്ന് ലഭിച്ചു. കോഫോർജ് കമ്പനി ബ്രിട്ടീഷ് ക്രൂയിസ് ലൈൻ കമ്പനിയായിട്ടുള്ള കാർണിവൽ UK നിന്ന് മൾട്ടിപ്പിൾ ഓർഡർ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. പവർമക്ക് കമ്പനി 658 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഷോപ്പേഴ്സ് ഷോപ്പ് കമ്പനി ഏസ് ടർട്ടിലായിട്ട് ഇവർ പാർട്ണർഷിപ്പിൽ ഏർപ്പെടുകയാണ്. ഡോക്കേഴ്സ് ബ്രാൻഡ് ഇന്ത്യയിൽ വിപുലപ്പെടുത്താനായിട്ട് ഇരു കമ്പനികളും ധാരണയായി. ലിഖിത ഇൻഫ്ര കമ്പനി ഇന്ന് സ്ലൈറ്റ്ലി റാലി രേഖപ്പെടുത്തിയിരുന്നു. 33 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ഭാരത് പെട്രോളിയത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു. L&T ടെക്നോളജി കമ്പനി അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ് സ്കെയിൽ ചെയ്യുകയാണെന്ന് കമ്പനി അറിയിച്ചു. ഓറിയൻ പ്രോ കമ്പനി 100 കോടി രൂപയുടെ ഓർഡർ ഹരിയാന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു എന്നുള്ള ന്യൂസാണ്. മാർക്കറ്റ് സമയത്ത് പരമാവധി ന്യൂസുകൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അത് നമ്മുടെ ടെലിഗ്രാം ചാനലാണുള്ളത്. നിങ്ങൾ ഒരിക്കലും സെർച്ച് ചെയ്ത് നമ്മളെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പറക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴെ കാണാം ഇന്ത്യ വിക്സ് 3.64% ഒരു ഫോൾ ഉണ്ടായി 14.38. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനിലാണ്. അതിന് മുകളിലുള്ള യൂറോപ്യൻ മാർക്കറ്റായിട്ടുള്ള FTSE CAC 40 ഡാക്സ് തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ റെഡിലാണ്. ബിറ്റ്കോയിൻ കാണാം 66,913. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ മിക്സഡ് ആയിരുന്നു വിത്ത് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2,123 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് തുടരുന്നത്. ഇനി നാളെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് ആരുടെ എക്സ്പയറിയാണ്? ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയും ബുധനാഴ്ച ദിവസത്തിലേക്ക് മാറ്റും. വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റില്ല, ശിവരാത്രിയാണ്, അവധിയാണ്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ദിവസം നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും എക്സ്പയറി ഒരുമിച്ചുണ്ടാവും. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. സ്പോട്ട് 22,350, PCR 1 ആണ്. സപ്പോർട്ട് സോൺ മേജർ 22,200 എന്ന റേഞ്ച്. ഇത് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. നിഫ്റ്റി 22,356 സ്പോട്ടുള്ളത്. അപ്പോൾ PCR 1 ആണ്. നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് 22,000, കൂടാതെ തന്നെ 22,000 ആണ് മേജർ സപ്പോർട്ട്, കൂടാതെ 22,200 മേജർ സപ്പോർട്ടാണ്. റെസിസ്റ്റൻസ് 21,500 ആണ് മേജർ റെസിസ്റ്റൻസ് കാണുന്നത്. എനിവേ നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് നാളെ രാവിലെ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.